മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുത്തില്ല. അതൊരു ഭിന്നതയുടെ ഒരു ലക്ഷണമായിട്ട് കാണാം. ഇല്ല, അതുകൊണ്ടല്ല അവർ തിരക്കുള്ളതുകൊണ്ട് പോയതായിരിക്കും. അദ്ദേഹം നേരത്തെ അങ്ങ് പോയി. നമ്മൾ പങ്കെടുത്തു, ഞാൻ പങ്കെടുത്തു, പിന്നെ എല്ലാവരും വന്നവരെല്ലാം പങ്കെടുത്തല്ലോ. അതൊരു പിണക്കത്തല്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ പിണക്കമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നും രാഷ്ട്രീയത്തിലിപ്പോൾ അങ്ങനെ പിണക്കമുണ്ടോ. ഞാൻ അങ്ങനെ ഒരു പിണക്കമുള്ളതായിട്ട് ഒരിക്കലും തോന്നാറില്ല. കാരണം നമ്മൾ അങ്ങനെ ആരും പ്രകടിപ്പിക്കാറുമില്ല. വേദിയിൽ പോലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലൊന്നും ചിരിക്കുകയോ കൈ കൊടുക്കുകയോ ഒന്നും ഉണ്ടായില്ല. അത് ഒരു വ്യക്തിപരമായ കാര്യമില്ല. ഞാനങ്ങനെ എന്തോ അതൊക്കെ അങ്ങ് തീരും. ഇതൊക്കെ സ്ഥിരമായ ഒരു പ്രശ്നമൊന്നുമല്ല. അതൊക്കെ തീരും. അങ്ങനെ ഓരോ രാഷ്ട്രീയമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും. എൻ്റെ അച്ഛൻ പറയുന്നൊരു പഴയ വാക്കുണ്ട്, സ്ഥിരമായ ശത്രുവും സ്ഥിരമായ മിത്രവും രാഷ്ട്രീയത്തിലില്ല എന്ന് പറയും. അത് ആ ഫോർമുല എടുത്താൽ മതി. ഇല്ല, പിന്നെ ഞാൻ ഓഫീസ് റെഡി ആയിട്ടില്ല. അപ്പം ഞാനിപ്പം നവകേരള സദസ്സിന് മുഖ്യമന്ത്രി പോകുമ്പോൾ കൂടെ പോയതിനു ശേഷം വന്ന് ബുധനാഴ്ച ക്യാബിനറ്റ് ഉണ്ട്. അന്നത്തേക്ക് സർക്കാരത്തിൽ ഗവർണറുമായി സംഭാഷണം ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. വേറെ രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം സംസാരിച്ചു. നമ്മൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ട്, മുഖ്യമന്ത്രി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പത്തനാപുരത്തിന് പോകും തിരിച്ചു.